നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. കൊടകര കേബിൾ വിഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് കേഡറ്റ് പോലീസിന്റെ ത്രിദിന ഓണം ക്യാമ്പ് സമാപിച്ചു. ദേശീയപാത പുതുക്കാട് ഇന്നോവ കാറിടിച്ച് ഹോം ഗാർഡിന് പരിക്ക്. വാർത്തകൾ വിശദമായി. കൊടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റുകളുടെ വിതരണോദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് VV ബോബീഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി നൈജോ ആൻഡോ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ, റോട്ടറി ക്ലബ് അംഗങ്ങളായ സിജോ സൈമൺ, സുജിത്ത് മേനോൻ, സിജോ എലിഞ്ഞിക്കാടൻ, അഭിലാഷ് പുതുപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. കൊടകര പഞ്ചായത്ത് ഹെൽത്ത് ജീവനക്കാർ പങ്കെടുത്ത ചടങ്ങിൽ ക്ലബ് ട്രഷറർ നിവിൻ ചെറാക്കുളം നന്ദി പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, MK ശൈലജ ടീച്ചർ, NM പുഷ്പാകരൻ, നിധിൻ, CN എന്നിവർ സംസാരിച്ചു. കൊടകര കേബിൾ വിഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര സിറ്റി സെന്ററിലുള്ള KCV ഓഫീസിൽ നടത്തിയ ഓണാഘോഷത്തിന് മാനേജിംഗ് ഡയറക്ടർമാരായ മധു കാവേരി, TG അജോ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ കൊടകര കേബിൾ വിഷന് വേണ്ടി പറയുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊള്ളു. KCV പ്രേക്ഷകർക്കും KCV സ്റ്റാഫുകൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് കേഡറ്റ് പോലീസിന്റെ ത്രിദിന ഓണം ക്യാമ്പ് സമാപിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബൈജു മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. CPOമാരായ ജിജു ആന്റണി, സ്വപ്ന സെബാസ്റ്റ്യൻ, പ്രധാനാധ്യാപകൻ ജോവൽ ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കേഡറ്റുകൾ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. SHO മനോജ് കുമാർ, SIമാരായ പോൾസൺ, ബിജു എന്നിവർ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടി പോലീസിന് വിവരിച്ചു നൽകി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചിമ്മിനി ഡാം പരിസരം ശുചീകരിച്ച് പ്ലാസ്റ്റിക് മുക്തമാക്കി. യോഗ, കരാട്ടെ, സൈബർ സുരക്ഷ, പരേഡ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ധാർമ്മിക മൂല്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. K സുനിൽകുമാർ പ്രസിഡന്റ്, ML വേലായുധൻ നായർ സെക്രട്ടറി, C രാജീവ് ട്രഷറർ, NR രാജേഷ് വൈസ് പ്രസിഡന്റ്, വേണുഗോപാൽ തച്ചിഞ്ചേരി ജോയിന്റ് സെക്രട്ടറി, MN രാജൻ, CM കുട്ടപ്പൻ, MN ശശിധരൻ, P സേതുമാധവൻ, TM സുധീഷ്, EN പ്രവീൺ, PP ശബരീശൻ, V ദയാംബരൻ, MT ജയൻ, MK വിനീത് എന്നിവരാണ് പുതിയ ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ.
അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാവേലി വേഷത്തിൽ സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകിയും നോട്ടീസുകൾ വിതരണം ചെയ്തും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെടേണ്ടതും ചികിത്സയ്ക്കായി ബന്ധപ്പെടേണ്ടതുമായ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടങ്ങിയ കാർഡുകൾ വിതരണം ചെയ്തുമാണ് ബോധവൽക്കരണം വ്യത്യസ്തമാക്കിയത്. സബ് കളക്ടർ അഖിൽ വി മേനോൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിമുക്തി മിഷൻ മാനേജരും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ AR നിഗീഷ് പദ്ധതി വിശദീകരണം നടത്തി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സെന്റ് തോമസ് കോളേജ് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ മജ്നു, ജോസ് പുത്തോക്കാരൻ, N ഹരികൃഷ്ണൻ, എക്സൈസ് സിവിൽ ഓഫീസ് ഉദ്യോഗസ്ഥരായ C ജോൺ ജോസ്, സെൻസി ദേവസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ രാസലഹരിക്കെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം ലഹരി വിരുദ്ധ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണക്കളി മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവജനങ്ങളെ കൂടുതലായി കലാകായിക വേദിയിലേക്കും വായനശാലകളിലേക്കും ആകർഷിക്കുന്നു എന്നതാണ് മധുരം ജീവിതം എന്ന ഇരിഞ്ഞാലക്കുട മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയുടെ ലക്ഷ്യം. സാഹിത്യ മത്സരങ്ങൾ, നാടൻപാട്ട്, ഓണക്കളി എന്നിവയാണ് 2 ദിവസമായി അരങ്ങേറിയത്. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടന്ന നാടൻപാട്ട് മത്സരം ഫോക്ലോർ അക്കാദമി ജേതാവ് ഗിരീഷ് മുരിയാട് ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ കതിരോല ഇരിഞ്ഞാലക്കുട ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. കാട്ടൂർ എഗർ കലാസംഘം 2ാം സ്ഥാനവും വെട്ടം ഫോക്ലോർ ബാൻഡ് ഇരിഞ്ഞാലക്കുട 3ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗത്തിൽ സമയ ജൂനിയർ പ്രത്യേക പുരസ്കാരം നേടി. വിജയികൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നാടൻപാട്ട് കലാകാരനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ ഷൈജു അവറാൻ, സംഗീത സംവിധായകനായ കണ്ണൻ മംഗലത്ത്, ഫോക്ലോർ അവാർഡ് ജേതാവ് ഗിരീഷ് മുരിയാട്, നർത്തകിമാരായ ആവണി രജിത്ത്, ഹൃദ്യ ഹരിദാസ് എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. പുറത്തുശ്ശേരി കണ്ടാരംതറ മൈതാനത്ത് 18 ടീമുകൾ ഓണക്കളി മത്സരത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധ ദിലീപ്, ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം മുൻ MLA KU അരുണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ടിലപ്പള്ളി, KR ജോജോ, ബിന്ദു പ്രദീപ്, KS തമ്പി, TV ലത, ലിജി രതീഷ്, ഇരിഞ്ഞാലക്കുട ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് CL ഷൈജു, മുകുന്ദപുരം തഹസിൽദാർ സുമേഷ് സാഹു, കേരള എക്സൈസ് ഇരിഞ്ഞാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ, കൂടൽമാണിക്യം ചെയർമാൻ CK ഗോപി, കേരള ഫിഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ഗ്രാമിക കലാവേദി പ്രസിഡന്റ് PK കിട്ടൻ, മധുരം ജീവിതം ഓണക്കളി പ്രോഗ്രാം കൺവീനർ RL ജീവൻലാൽ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത പുതുക്കാട് ഇന്നോവ കാറിടിച്ച് ഹോം ഗാർഡിന് പരിക്ക്. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പുതുക്കാട് സ്റ്റേഷനിലെ ഹോം ഗാർഡിന് ഗുരുതരമായി പരിക്കേറ്റു. പള്ളിക്കുന്ന് സ്വദേശി ജോസിനാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപത്തായിരുന്നു അപകടം. സ്റ്റേഷനിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് ജോലിക്ക് പോകുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,805 രൂപ, പവന് 78,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. കൊടകര കേബിൾ വിഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് കേഡറ്റ് പോലീസിന്റെ ത്രിദിന ഓണം ക്യാമ്പ് സമാപിച്ചു. ദേശീയപാത പുതുക്കാട് ഇന്നോവ കാറിടിച്ച് ഹോം ഗാർഡിന് പരിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.